അപ്പോൾ കഴിഞ്ഞ ദിവസം ഷാർജയിൽ ആത്മഹത്യ ചെയ്ത അതുല്യയുടെ ഭർത്താവിൻ്റെ, അതായത് സൈക്കോ സതീഷിൻ്റെ ജോലി പോയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി മരിച്ചതിന് ശേഷം, അതിൻ്റെ ബോഡിയൊക്കെ കൊണ്ടുപോയതിന് ശേഷം, ഈ പറയുന്ന സൈക്കോ സതീഷ്, അതുല്യയുടെ ഭർത്താവായിട്ടുള്ള സൈക്കോ സതീഷ് മാധ്യമങ്ങൾക്ക് ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. എനിക്ക് അതുപോലെ എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആഹാരം കഴിച്ച് 2 ദിവസമായി. ആരോട് എന്ത് പറയണം, എന്തോ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്റെ അമ്മ എനിക്ക് വിളിക്കാൻ പറ്റില്ല കേട്ടോ. 2-3 വർഷമായിട്ട് വിളിക്കാത്ത അവരെ ഞാൻ എങ്ങനെ വിളിക്കും? എന്റെ അനിയനെ വിളിച്ചു, അതുല്. അവൻ വിളിച്ചു, അവന്റെ കൂട്ടുകാർ വന്ന് രാത്രി. അവനെ സപ്പോർട്ട് എനിക്കുണ്ട്. വിഷമിക്കണ്ട, ഇത്രയും ദ്രോഹം ഞാൻ അവനെ മൈൻഡ് ചെയ്യാതെ എന്റെ കയ്യിൽ നോക്കി. അവൻ കല്യാണം കഴിച്ചിരിക്കണം. ചേട്ടൻ മരിച്ചു. എന്റെ ചേട്ടന്റെ മക്കളെ നോക്കി അവന്റെ ലൈഫ് പോലെ നോക്കാതെ അവൻ ജീവിക്കണം. ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 5 പൈസ പോലും ഞാൻ കൊടുക്കുന്നു. അവൻ നിന്നങ്ങ് മെഴുകുവാണ്. നമ്മുടെ ജീവിതത്തിലൊരു പങ്കാളിയായിട്ടിരുന്ന ഒരാൾ, ഇപ്പോൾ ഭർത്താവ് ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവർ ഇതുപോലൊരു സാഹചര്യത്തിൽ മരിച്ചു പോയേക്കുവാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ ആ ഒരു വിഷമവും സങ്കടവും കുറ്റബോധവും ഒക്കെ ഉണ്ടാവില്ലേ? ഇതുപോലെ മയക്കം നീട്ടിയിട്ട് ആരെങ്കിലും വന്നാൽ അവരോട് ഇത്രയും ന്യായം പറയാൻ പറ്റുമോ? ഞാൻ കഴിച്ചിട്ടില്ല, എൻ്റെ ജോലി പോകും, എന്തൊക്കെയാണ് അവൻ പറഞ്ഞിരുന്നുണ്ട്. അവൻ ഷുഗർ രോഗിയാണ്, അവൻ ഇൻസുലിൻ കുത്തി വെച്ചിട്ട് അവൻ ഇപ്പം തലറങ്ങി വീഴും. 2 ദിവസമായിട്ട് ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല. ഇതൊക്കെ എങ്ങനെ ഒരാൾക്ക് പറഞ്ഞ് ഇതുപോലെ സ്വയം ന്യായീകരിക്കാൻ പറ്റും? ഇതുപോലെ ആ കൊച്ചിനെ തല്ലിപ്പറിച്ച് വെച്ചേക്കുക, തല്ലിപ്പറിച്ച് ആകെ നശിപ്പിച്ച് വെച്ചേക്കുന്നു. ആ കൊച്ചിനെ കൊന്നതാണോ എന്ന് വരെ ആൾക്കാർക്ക് സംശയമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവനെങ്ങനെ ഇങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഇവൻ്റെ ജീവിതത്തെക്കുറിച്ച് മാത്രമാണ് ഇവൻ സെൽഫിഷായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജോലി പോകും ചേട്ടാ, എനിക്ക് 2 ലക്ഷം രൂപയുടെ സാലറി ഉള്ള ജോലിയാണ്, എങ്ങനെ പറയാൻ പറ്റുക? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അവൻ പേടിച്ച പോലെ തന്നെ അവൻ്റെ ജോലി പോയിട്ടുണ്ട്. ഇവനെപ്പോലുള്ളവർക്കൊന്നും ജോലി കൊടുക്കരുത്, നരയിക്കണം. ജോലിയില്ല, കൂലിയില്ലാണ്ട് നരയിക്കണം. ഇവനൊരു സൈക്കോ ആണ്. ഇവനൊക്കെ ആരാണോ ജോലി കൊടുത്തത്? ഇത്രയും നാൾ ഇവൻ എവിടെയാണോ ജോലി ചെയ്തത്? ഇങ്ങനൊരു സൈക്കോ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയായിരിക്കും പ്രോപ്പറായിട്ടൊരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പറ്റുക? ഇവനോട് ഇടപെട്ടുകൊണ്ടിരുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? വീട്ടിൽ കാണിച്ചു കൂട്ടിയ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ? എന്തോ കാണിക്കുക കിടന്നുകൊണ്ട്. കസാര എടുത്ത് അടിക്കാൻ പോവോ, കൊച്ചിനെ കൊറനാക്കി പിടിച്ച് ഞെക്കാൻ പോവോ, എന്തോ കാണിക്കുമോ അതിനെ? വീഡിയോയുടെ മുമ്പിൽ അവൻ അഭിനയിച്ചതാണ് പോലും. എനിക്കത് കണ്ടിട്ട് അഭിനയിച്ചായിട്ട് തോന്നിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കണ്ടിട്ട് അഭിനയമായിട്ട് തോന്നിയോ? അവൻ ഒന്നുകൂടെ അഭിനയിച്ച് കാണിക്കുന്നു. ഈ കൊച്ചിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒന്നുകൂടെ ഞാൻ അഭിനയിക്കും പോലും. ഇവൻ മോഹൻലാലാന്ന വിചാരം? ആ പെൺകുട്ടി മരിച്ചു കിടക്കുവാണ്. ഇവൻ്റെ ഭാര്യയാന്ന് ഓർക്കണം. മരിച്ചതിന് ശേഷം അവൻ കുറേ കുറ്റങ്ങൾ കൂടി ആരോപിച്ച് കൊടുക്കുവാണ്. അതായത് അവൾക്ക് ഏതോ രഹസ്യ കാമുകനുണ്ട് എന്നുള്ള മട്ടിലാണ്. ഏതോ രഹസ്യബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഏതോ അവിഹിതത്തിൽ ഉണ്ടായ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പോലെയൊക്കെ ഇവനെ ആരോപിക്കുവാണ്. ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നെന്നും ഇവൻ അറിയാണ്ട് പോയി അബോർഷൻ ചെയ്തെന്നും. ഇനിയിപ്പോൾ അവൾ സത്യം പറയാൻ വേണ്ടി വരത്തില്ലല്ലോ, അവൾ മരിച്ചു പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇവൻ എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാം. ഇവന് 40-ാം വയസ്സിൽ ആ പെണ്ണ് ഗർഭിണിയായെന്നും ഇവനോട് പറയാണ്ട് പോയി അബോർഷൻ ചെയ്തെന്നും എനിക്കത് കണ്ടിട്ട് വിശ്വസിക്കാനൊന്നും തോന്നുന്നില്ല. ഇവൻ മിക്കവാറും എനിക്ക് 40 വയസ്സായി, ഇനി എനിക്ക് കുട്ടികൾ വേണ്ടാന്ന് പറഞ്ഞ് നിർബന്ധിച്ചായിരിക്കും ആ പെൺകുട്ടീനെ കൊണ്ട് ഇതുപോലെ ആ കടുങ്കൈ ചെയ്തിട്ടുണ്ടാവുക. അത് പറയാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. ഇവന് ആദ്യമായിട്ട് ഉണ്ടായത് ഒരു പെൺകുഞ്ഞാണ്. ആ പെൺകുഞ്ഞിന് ഇപ്പോൾ 10 വയസ്സുണ്ട്. ആദ്യമായിട്ട് ഇവനൊരു പെൺകുഞ്ഞുണ്ടായി. പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവൻ അതിനെ ഒരു നോക്ക് പോലും കാണാണ്ട്, ഒന്ന് ഇടുക്ക് പോലും തയ്യാറാവാണ്ട് ഇവൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പം തന്നെ എസ്കേപ്പ് ആയെന്നാണ് പറയുന്നത്. അതായത് അവന് പെൺകുഞ്ഞാന്ന് പറഞ്ഞപ്പോൾ അവനാകെ ആൺകുഞ്ഞാണെന്ന് വിചാരിച്ച് അവൻ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു പെൺകുഞ്ഞ് വന്നപ്പോൾ അവൻ ആകെ നിരാശയും ദേഷ്യവുമായി. ആ പെൺകുഞ്ഞിനെയോ ഈ ഭാര്യനെ കാണാണ്ട് അപ്പം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഈ പറയുന്ന സൈക്കോ ഇറങ്ങിപ്പോയെന്നാണ് അവർ അച്ഛനും അമ്മയും കറക്റ്റായിട്ട് പറയുന്നുണ്ടത്. ഇതേ സംഭവം തന്നെയാണ് വിഭജികയുടെ കേസിലും വന്നിട്ടുള്ളത്. വിഭജികയ്ക്ക് ഒരു പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ അവളെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ച് ദ്രോഹിച്ച് അതും ഒരു കാരണമായിരുന്നു. സൈക്കോ സതീഷ് വേറൊരു തലത്തിലോട്ട് ഈ ഒരു കേസ് തിരിച്ചുവിടാൻ നോക്കുകയാണ്. എല്ലാവരും പറയുന്നത് ഇവനാണ് കാരണക്കാരെന്ന് എല്ലാവരും പറയുന്നത്. അതായത് അതുല്യയുടെ അച്ഛൻ, അമ്മ, ഈ കണ്ടു നിൽക്കുന്ന സകലമാന ജനങ്ങൾക്കും മനസ്സിലായി ഈ പറയുന്ന ഭർത്താവായിട്ടുള്ള ഈ പറയുന്ന സൈക്കോ സതീഷാണ് ഇതിൻ്റെ കാരണമെന്ന്. പക്ഷെ സൈക്കോ സതീഷ് മാത്രം പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ പോകുന്ന സമയത്ത് ആ റൂമിലിട്ട് ഇവനല്ലാണ്ട് വേറെ ആരാണ്ട് വന്നിട്ടുണ്ടെന്നും വരാറുണ്ട് എന്നുള്ള രീതിയിലാണ് അവൻ ആ പറയുന്നത്. അതായത് സ്വന്തം ഭാര്യയ്ക്ക് എന്തോ അവിഹിത ബന്ധം ഉണ്ട് എന്നുള്ള രീതിയിൽ വളരെ സംശയരോഗിയുടെ ഒരു പെരുമാറ്റമാണ് ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ആ റൂമിനകത്തുനിന്ന് ബട്ടൺസ് കിട്ടിയെന്നോ ലാപ്ടോപ്പും ഈ പെൺകുട്ടിക്ക് കയ്യെത്താൻ പറ്റാത്ത അത്രയും ദൂരെ എടുത്തു വെച്ച്, അങ്ങനെ ആരെങ്കിലും വന്ന് എടുത്തു വെക്കുമോ? അങ്ങനെ എന്തെങ്കിലും ഒളിപ്പിച്ച് വെക്കാനോ മറച്ച് വെക്കാനോ ഉണ്ടെങ്കിൽ അതെടുത്ത് നശിപ്പിച്ച് കളയോ, അതല്ലേ അത് കൊണ്ടുപോവുകയല്ലേ ചെയ്യുക. പക്ഷെ ഇവൻ പറഞ്ഞു വരുന്നത് അവിടെ ആരോ വന്നിട്ടുണ്ട്, ഒരു കറുത്ത മാസ്ക് അവിടെ നിന്ന് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഷാർജ പോലീസ് സ്റ്റേഷനിൽ ഇവനെ വിളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഇതേപോലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് ഇതൊരു കൊലപാതകമാണ്, ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവൻ വേറെ രീതിയിൽ അത് കേസ് തിരിച്ചുവിടാനായിട്ട് നോക്കുവാണ്.
ഇവൻ നേരത്തെ സംശയരോഗിയാണ്. ഒന്നാമത് ആ കുട്ടീനെ കാണാനൊക്കെ നല്ലതായതുകൊണ്ട് ഈ ഒരു പെൺകുട്ടീനെ വളരെ സംശയമാണ്. എവിടെയും വിടത്തൊന്നുമില്ല. തൊട്ടടുത്ത് തന്നെ അനിയത്തി താമസിക്കുന്നുണ്ട്. ആ ഒരു ഫ്ലാറ്റിലോട്ട് പോലും പറഞ്ഞയക്കത്തില്ല. ഏത് നേരം റൂമിൻ്റെ അകത്ത് പൂട്ടിയിട്ടിട്ട് താക്കോലും കൊണ്ടാണ് ഇവൻ സാധാരണ പോവാറ് എന്നാണ് ഇവൻ്റെ വർത്തമാനത്തിൽ തന്നെ നമുക്കത് വ്യക്തമാണ്. അതുമാത്രമല്ല ഇവൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ ഉണ്ട് ഇവൻ എത്രമാത്രം ക്രൂരനാണെന്നും ഭയങ്കര ഒരു സൈക്കോയാണെന്നും സംശയരോഗിയാണെന്നും നമുക്ക് ഇവൻ്റെ സംസാരത്തിലും ഇവൻ്റെ പെരുമാറ്റത്തിലും കണ്ടാൽ തന്നെ നമുക്കറിയാം. എന്തായാലും ഇതിനകത്ത് അൾട്ടിമേറ്റ് കുറ്റക്കാരെന്ന് പറയാൻ ഈ അതുല്യയുടെ അച്ഛനും അമ്മേനെ പറയാണ്ടിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. എന്തായാലും നമുക്ക് അവർ പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം അതുല്യയുടെ അമ്മയ്ക്ക് എന്താണ് ഇതിനെക്കുറിച്ചൊന്ന് പറയാനുള്ളതെന്ന് നോക്കാം. അച്ഛനോട് പറയത്തില്ല, കാരണം അച്ഛൻ ആരോടെങ്കിലും പറയും. നിങ്ങൾ തന്നെ കേട്ടില്ലേ, അമ്മയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു. ഇവർ അച്ഛൻ്റെ അടുത്ത് പറയില്ല. ഒരു കുടുംബമാകുമ്പോൾ അച്ഛനോടും അമ്മയോടൊക്കെ പറയണ്ടേ. അപ്പോൾ അവർ അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ അവർ ചെയ്തോളൂലേ. എന്തിനാണ് ഇത്ര മറച്ചു വെച്ച് ഇത്രയും സഹിച്ച് ഇങ്ങനെ അമ്മയും മോളൊക്കെ സഹിച്ചിരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കിയോട് കേൾക്കാം. നാട് മൊത്തം ആവുമല്ലോ എന്ന് വിചാരിച്ച് അച്ഛനോട് പറയത്തില്ലായിരുന്നു. അല്ല എന്നോട്. എന്ത് നാട് മൊത്തം ആവൂലേന്ന്? സ്വന്തം വീട്ടിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പരിഹാരം കാണേണ്ടതെന്ന് എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും. ഇതെന്താ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുമോ? ഒന്നുമില്ല. ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ ഇപ്പം എന്താ, ഇവർക്ക് ഭയങ്കര പേടിയാണ്. കേട്ടെടുത്തോളം നാട്ടുകാരെന്ത് വിചാരിക്കും, കുടുംബക്കാരെന്ത് വിചാരിക്കും, അതാണ് പ്രശ്നം മെയിനായിട്ട്. വീഡിയോ കോൾ ഇട്ട് കാണിച്ചു തരും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വിഷമമാണ്. ഞാൻ കരയുമായിരുന്നു. മുളഞ്ഞു പോരെന്നും പറഞ്ഞു. ആ കൊച്ച് കയ്യിലോ അല്ലെങ്കിൽ തലയിലോ ഒക്കെ അടി കിട്ടുമ്പോൾ അതും വളരെ ക്രൂരമായിട്ടാണ് അടിക്കുന്നത്. നമ്മളിപ്പോൾ ഭർത്താവും ഭാര്യയൊക്കെ അടി ഉണ്ടാകുമ്പോൾ ഒരടി രണ്ടടിയിൽ തീരുന്ന അടിയല്ല. ചെറിയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പോലും പിടുത്തിട്ട് അലക്കൂന്നാണ് പറയുന്നത്. അതായത് കിട്ടുന്ന സാധനം വെച്ചിട്ടാണ് അടിക്കുന്നത്. ഇപ്പോൾ ഏതിലൊരു പാനാണ് കൈ കിട്ടുന്നതെങ്കിൽ അത് വെച്ചിട്ടാണ് ഈ പറയുന്ന അതുല്യ എന്ന് പറഞ്ഞ പെൺകുട്ടീനെ അടിക്കുന്നത്. അത് തലയ്ക്കും കാലിനും ഒക്കെ ഇട്ട് അടിക്കുവാണ്. അല്ലെങ്കിൽ ചുരുണ്ടുകൂടി വലോട്ടും കിടക്കുവാണെങ്കിൽ അവിടെ ഇട്ട് അങ്ങ് ചവിട്ടി കൂട്ടുവാണെന്നാണ് എല്ലാവർക്കും പറയാവുന്നത്. ഒരേ സ്വരത്തിൽ എല്ലാവരും പറയുന്നത് വളരെ സൈക്കോ രീതിയിലാണ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതായത് മദ്യപിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഭർത്താവിന് യാതൊരു ബോധവും വെളിവും ഇല്ല എന്നാണ് എല്ലാവരുടെയും മൊഴിയിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം. ഒരു രക്ഷയില്ലാത്ത അടിയാണെന്ന് പറഞ്ഞത്. എന്നിട്ടും എന്തിനായിരിക്കും ഇവരിങ്ങനെ സഹിച്ചു നിന്ന്? ഇവരുടെ അമ്മ ശരിക്കും കണ്ടിട്ടുണ്ട്, വീഡിയോ കോൾ വഴി കാണിച്ചു തരും, വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കും. അപ്പോൾ ആ കുട്ടി എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്? എന്നെ ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടുത്തുക, എനിക്കിവിടെ ഒരു രക്ഷയില്ല, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും ആ കുട്ടി ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവുക. നമ്മൾ പറഞ്ഞാലും കൊച്ചുങ്ങൾ കേൾക്കത്തില്ലല്ലോ. മകൾക്ക് ഭർത്താവ് എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹമായിരുന്നു. ആ സ്നേഹപ്രകടനം കാണിക്കുമ്പോൾ അവൾ അതേവരെ ചെയ്ത് എല്ലാം മറക്കുമെന്ന്. മോളു അതുല്യ മോളു എന്നും പറഞ്ഞ് കെട്ടിപ്പിടി. അത് അങ്ങോട്ടോടെ എനിക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ കെട്ടിപ്പിടിച്ച് പ്രകടനമൊക്കെ കാണിക്കും. പിന്നെ എവിടെയെങ്കിലും ഒരു ബീച്ചിലൊക്കെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പിന്നെ കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ കുഞ്ഞു അതങ്ങ് മറക്കും. പിന്നെ കുഞ്ഞുങ്ങളല്ലയോ. പക്ഷെ ഉള്ളിലൊരു ക്രൂരമുഖം അയാൾക്കുണ്ട്. ശരിയായിരിക്കാം, ആ പെൺകുട്ടി എല്ലാം മറന്നു പോവായിരിക്കും. കാരണം അവൾക്ക് വേറെ എങ്ങോട്ടും പോകാനില്ല. ഈ പറയുന്ന അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊക്കെ ഈ ഒരു അവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ പ്രോപ്പറായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുന്നില്ല. അപ്പോൾ ആ കുട്ടി വിചാരിച്ചിട്ട് ഇനി ഞാൻ എവിടെ പോകാനാ, ആരോട് പറയാനാ, എന്ത് ചെയ്യാനാ, എന്നെ ആരും അക്സെപ്റ്റ് ചെയ്യില്ല. തിരിച്ചു ചെന്നാലും എനിക്ക് തിരിച്ചു പോകാനൊരു ഇടവില്ല. കൂടുതലും ഭൂരിഭാഗം പെണ്ണുങ്ങളും അങ്ങനെ തന്നെ കേട്ടോ വിചാരിക്കുക. എനിക്ക് പോകാനൊരു ഇടവില്ല, ഞാൻ പിന്നെ എവിടെ പോകാനാ, അങ്ങനെയുള്ളൊരു ചിന്താഗതിയാണ് പെൺകുട്ടികൾക്ക്. പിന്നെ പോരാത്തതിന് ഈ സതീഷ് എന്ന് പറയുന്ന അവൻ ഈ കുട്ടീനെ ഒരു ജോലിക്ക് പോലും വിടാണ്ട് ഇങ്ങനെ വെച്ച് കെട്ടി അടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു കോൺഫിഡൻസ് ഇല്ല, ഒരു ജോലിയില്ല, സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു കോൺഫിഡൻസ് ആ കുട്ടിക്കില്ല. നമ്മളിങ്ങനെ കുറേ നാൾ നമ്മുടെ ജീവിത പങ്കാളിനെ ആയിക്കോട്ടെ, ആരെ ആയിക്കോട്ടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഈ വീട്ടിലൊക്കെ ഡിപ്പെൻഡായിട്ടായിരിക്കും വളർത്തി വലുതാക്കുന്നത്. ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ അച്ഛൻ, എല്ലാത്തിനും ഇങ്ങനെ ഡിപ്പെൻഡായിട്ടായിരിക്കും കുട്ടികൾ വളർന്നു വരിക. അപ്പോൾ അവർക്ക് സ്വയമായിട്ട് നിൽക്കാനൊരു പ്ലോട്ട് ഇല്ലാത്തൊരവസ്ഥ. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന അതുല്യ വളർന്നിട്ടുണ്ടാവുക. അതിൻ്റെ കൂട്ടത്തിൽ അതേപോലെ തന്നെ ഒരു ഭർത്താവും അവൻ്റെ അടുത്ത് ചെന്നപ്പോഴും ഇതുപോലെ തന്നെ, അതായത് ചങ്ങലക്കിട്ടോണം അങ്ങനെ അടുക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. സ്നേഹം കൊണ്ടാണെന്നുള്ള രീതിയിൽ ഇവർ കാണിച്ചാൽ പോലും ഇത്രയും ദ്രോഹിക്കുന്ന ആളെ എന്തിനാണ് ഇത്രയും സ്നേഹത്തോടെ പിടിച്ചു നിർത്തിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ആ കുട്ടിയുടെ ഒരു നല്ല മനസ്സുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം, പിന്നെ ഒരു കുട്ടിയുണ്ട്, അതിൻ്റെയൊക്കെ ഭാവി, ഫ്യൂച്ചർ, ഇതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അതുല്യ ഈ പറയുന്ന ഒരു സൈക്കോനെ വിട്ട് പോവായിരുന്നത്. ഇവനാണെങ്കിലും ആരെയും അടുപ്പിക്കാണ്ട് വെച്ചുകൊണ്ട് ഇവളെ ഇങ്ങനെ ക്രൂവലായിട്ട് വെച്ചുകൊണ്ടിരുന്ന ഒരു ഭാവമായിരുന്നിരിക്കും. അതായത് ചില ആൾക്കാരുണ്ടല്ലോ, അതായത്
നാർസിസ്റ്റ് മെൻറ്റാലിറ്റി എന്ന് പറയാം. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. അതായത് ചുമ്മാ പറഞ്ഞുണ്ടാക്കും, നീ കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് നഷ്ടപ്പെട്ടത്, എൻ്റെ കൂട്ടുകാർ നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ കുടുംബം നഷ്ടപ്പെട്ടത്, ബ്രദർ സംസാരിക്കാത്തത്, അതല്ലെങ്കിൽ എനിക്ക് പെങ്ങളുടെ വിവാഹത്തിന് പോകാൻ പറ്റാത്തത്, അങ്ങനെയൊക്കെ അവരുടെ അമ്മ പറയുന്ന ഒരു ബൈറ്റ് നമുക്ക് വെക്കാം കേട്ടോ. ലാസ്റ്റ് ഞാൻ വെച്ച് തരാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തോന്നൽ ഈ സതീഷിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ ദേഷ്യം മൊത്തം ഈ അതുല്യയുടെ അടുത്തായിരിക്കും തീർത്തുകൊണ്ടിരുന്നത്. അവൻ ആരെങ്കിലും ഒരാളെ ദ്രോഹിക്കാൻ വേണം, അതിന് വേണ്ടിയിട്ട് അതുല്യനെയാണ് കിട്ടിയത്. അപ്പോൾ അതുല്യനെയാണ് കിട്ടത്തുള്ളൂ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ പെൺകുട്ടീനെ വെച്ച് അവൻ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാവും. എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം. എൻ്റെ കുഞ്ഞിനെ നിശ്ചയം കഴിഞ്ഞതിന് തൊട്ടേ മാനസികമായിട്ട് അവൻ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ് ശാരീരികമായിട്ടും മാനസികമായിട്ടും അവൻ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കല്യാണത്തിന് മുന്നും, അതായത് നിശ്ചയം കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ്റെ ശാരീരിക മാനസികമായിട്ടുള്ള പീഡനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് കല്യാണം കൂടി കഴിഞ്ഞപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെ കടുത്ത രീതിയിലായി പീഡനങ്ങൾ. കാരണം ഇവൻ്റെ കസ്റ്റഡിയിലായിട്ട് ആ പെൺകുട്ടിയെ കിട്ടിയേക്കല്ലേ. അപ്പോൾ ഇവന് എന്തും ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലെത്തി. അതായത് ആ പെൺകുട്ടിയെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഇവൻ്റെ മൂത്രം കുടിപ്പിക്കുന്ന ഒരവസ്ഥ അതുവരെയും ചെയ്തു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വരുന്നത്. കുറേ ഉണ്ട് പറയാനാണെങ്കിൽ. ഈ ഒരു ദ്രോഹത്തെക്കുറിച്ച് പറയാൻ ഒത്തിരി തന്നെ ഉണ്ട്. അതായത് നേരെ ചൊവ്വേ ഭർത്താവ് എന്ന് പറയുന്നവൻ വീട്ടിലോട്ട് വരത്തില്ല. വെളുപ്പാങ്കാലത്ത് 5 മണിക്കാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. പിന്നെ ഇവൻ വരുന്നത് 11 മണി രാത്രിയാകുമ്പോഴാണ്. അപ്പം അത്രയും നേരം ആ പെൺകുട്ടി തന്നെയൊക്കെയാണ് അവിടെ. ആ കുട്ടീനെ പുറത്തോട്ടൊന്നും പോകാണ്ടിരിക്കാൻ അല്ലെങ്കിൽ ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ടിരിക്കാൻ ഇവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ റൂമിലാക്കിയിട്ട് റൂം ക്ലോസ് ചെയ്ത് ആ ഡോറ് പൂട്ടി ചാവിയും കൊണ്ട് ഇവൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ല. ആകെ പെൺകുട്ടിയുടെ കയ്യിലുള്ള ഫോണാണ്. ഫോണിൽ നോക്കി ഇങ്ങനെ ഇരിക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കും. കുറച്ചു നേരം കിടന്നുറങ്ങും. അതല്ലെങ്കിൽ എന്തെങ്കിലും ആഹാരം ഉണ്ടെങ്കിൽ അത് കഴിക്കും. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആകെ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഫോണിൽ കുറച്ച് നമ്പേഴ്സാണ്. അച്ഛൻ, അമ്മ, സഹോദരി, കൂട്ടുകാരി, അത്രയേ ഉള്ളൂ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ അവരോടാണ് ഈ വിഷമവും സങ്കടമൊക്കെ പറയുന്നത്. അവരാണ് തിരിച്ചെന്താ പറയുന്നത്, സഹിക്കും മോളെ, നീ കുറച്ചുകൂടെ സഹിക്കുക, കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യേ, കാരണം നിനക്കൊരു മോളില്ലേ, നിൻ്റെ ഫ്യൂച്ചറില്ലേ, മാത്രമല്ല ഇവന് ഇത്ര സാലറി കിട്ടുന്നവനല്ലേ, 2 ലക്ഷം രൂപ സാലറി എന്നൊക്കെ പറഞ്ഞാൽ വലിയ തുകയല്ലേ, നീ കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ, അവന് ഇത്ര സ്ഥലവും വീടും വരുമാനവും ഒക്കെ അല്ലേ, നമുക്ക് പെട്ടെന്ന് ഈ ഒരു ബന്ധം ഒഴിവാക്കണ്ട, സാരമില്ല, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താലും നല്ലതല്ലേ എന്നുള്ള ഉപദേശമാണ് ഈ പെൺകുട്ടിക്ക് കിട്ടുന്നത്. അതെല്ലാം കളഞ്ഞിട്ട് തിരിച്ചു വാ എന്ന് ആരും തറപ്പിച്ച് ഈ പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പം ഇവരെല്ലാവരും വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞിരുന്നു, തിരിച്ചു വരാൻ പറഞ്ഞിരുന്നു. ആരും തിരിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. തിരിച്ചു വരാൻ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടി തിരിച്ചു പോയേനെ. ആരും എങ്ങും അവളെ തിരിച്ച് വിളിച്ചില്ല. അതുകൊണ്ടായിരിക്കണം അവൾ അവിടെ കടിച്ചു പിടിച്ച് അങ്ങനെ കഴിയാൻ കാരണം അതായിരിക്കും. അതുമാത്രമല്ല, സതീഷിൻ്റെ അമ്മ പറയുന്ന വേറൊരു കാര്യം കൊണ്ടുണ്ട്, ഇവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണെന്ന്. അപ്പം മേ ബി അതിൻ്റെയൊക്കെ കുറ്റപ്പെടുത്തലുകൾ ഈ പറയുന്ന അതുല്യക്ക് നേരിട്ടുണ്ടായിട്ട് വന്നിട്ടുണ്ടാവാം. ഇനി അടുത്ത ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് നമുക്കൊന്ന് നോക്കാട്ടോ. ഞാനിത് അറിയുന്നത് ഈ ഒരു നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഈ മോള് അങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ടാവും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. പക്ഷെ എനിക്കൊരു ഇതുണ്ട്, ഇവർ തങ്ങളാണ് എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങളാണ് നിരന്തരം. വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞ ആദ്യ വർഷം മുതൽ തന്നെ പീഡനങ്ങളും ആക്രമണങ്ങളും തുടങ്ങിയിരുന്നു. ആദ്യ ദിവസത്തിൽ തന്നെ തുടങ്ങിയിരുന്നെന്നാണ് പറയണേ ആക്രമണങ്ങളൊക്കെ. അതായത് കല്യാണം കഴിച്ച അന്ന് തന്നെ കല്യാണ പന്തലിലോട്ട് താലി കെട്ടാൻ വന്ന് തന്നെ കുടിച്ച് ലെക്കും വെളിവും ഇല്ലാണ്ടാന്നാ പറഞ്ഞത്. ആ റിസപ്ഷനിലൊക്കെ നിൽക്കുമ്പോൾ തരിമ്പിന് പോലും വെളിവും ബോധവും ഇല്ലാണ്ടാണ് ഈ പറയുന്ന സതീഷ് വന്നിട്ടുള്ളതെന്നാ. സതീഷ് പറയണേ വല്ലപ്പോഴും ഞാൻ ആഴ്ചയിലൊക്കെ ഒരു പ്രാവശ്യം മദ്യപ്പിക്കുന്ന, പക്ഷെ അവനെ കണ്ടാൽ തന്നെ അറിയാം അവൻ നുണയനാണെന്നും ഭയങ്കര അഭിനേതാവുമാണെന്നും നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആദ്യം 1 വർഷം ആവുന്നതിന് മുമ്പ് തന്നെ ശ്രീധനത്തിന് കുറഞ്ഞു പോയെന്നും പറഞ്ഞിട്ട് ഇവൻ ഇച്ചിരി സിവിൽ എഞ്ചിനീയർ ശമ്പളമൊക്കെ ഉണ്ടോ, 2 ലക്ഷം രൂപയുടെ ശമ്പളം. ഈ പെൺകുട്ടിക്ക് സ്ത്രീധനമായിട്ട് കൊടുത്തിരിക്കുന്ന 50 പവനാണ്. ഈ പെൺകുട്ടിക്ക് 50 പവനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനൊരു അനീതിയുണ്ട്, അവർക്കും 50 പവനാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയായിട്ട് ഇവിടെ ഒരു 17 സെന്റ് സ്ഥലവും വീടും പുരയുടെ ഒക്കെ ഉള്ള ആൾക്കാരാണ്. പാരൻസിന്റെ മരണശേഷം ഈ 2 മക്കൾക്കും തുല്യമായിട്ട് അത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇവർക്ക് വലിയൊരു ഹ്യൂജ് എമൗണ്ട് തന്നെ ഈ അച്ഛനും അമ്മയും കൊടുത്തിട്ടുണ്ട്. 50 ലക്ഷം രൂപ ഒരു ഇപ്പം 50 പവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടുതൽ വന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ മുതലൊക്കെ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടും ഈ പറയുന്ന വ്യക്തി, ഈ പറയുന്ന സതീഷ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതിലും കൂടുതൽ കിട്ടുമായിരുന്നു. 101 പവൻ മേടിച്ച് ഇവരുടെ ഏതോ ബന്ധു വിവാഹം കഴിച്ചിട്ടുണ്ട്, അപ്പം എനിക്ക് അത്രയൊക്കെ കിട്ടുമായിരുന്നു എന്നൊക്കെയാണ് ഈ സതീഷ് ഈ പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ട് ദ്രോഹിക്കുന്നത്. കുഞ്ഞിനെ ഹരാസ് ചെയ്യാം, നമ്മൾ ഡയറക്റ്റ് ചെയ്തില്ല, കുഞ്ഞ് വന്ന് നമ്മളോട് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ അത് അക്രമത്തിലേക്ക് കലാശിച്ചപ്പോൾ പിന്നെ കേസൊക്കെ ആയിരുന്നു വെച്ച്. അങ്ങനെ ആ കേസ് പിന്നെ കോടതി അത് പിന്നെ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ഒത്തുറപ്പാക്കി അങ്ങ് വിട്ടത്. പിന്നെ ഈ ഒരു
അപ്പോൾ ഇത് നേരത്തെ കേസൊക്കെ ആയതാണ്. ഈ പെൺകുട്ടി ഈ പറയുന്ന ആളും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടായിട്ട് നാട്ടിൽ വെച്ച് ഇത് കേസായി, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കോടതിയായി, പിന്നെ അവിടെ വെച്ച് ഒത്തുതീർപ്പിനൊക്കെ വിട്ട് അങ്ങനെ ഒത്തുതീർപ്പാക്കി വിട്ടതാണെന്നാണ് ഈ ഒരു അച്ഛൻ പറയുന്നത്. ഇല്ല, അതിനുശേഷം കുഞ്ഞിന്റെ കാര്യം കൂടെ നോക്കണമെന്ന് വെച്ചാൽ പിന്നെയും ഒരുപാട് കോംപ്രമൈസ് ചെയ്ത് അവള് പോയ എൻ്റെ മോൾ അന്ന് മുട്ടേ. അന്നേ ഈ പെൺകുട്ടിക്ക് ജോലിയൊന്നും ഇല്ലാത്തതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. പെൺകുട്ടിക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് ഇതിനൊരു കുഞ്ഞുണ്ട്, അതും ചെറുപ്രായമാണ്. ഇപ്പം ഈ 30 വയസ്സേ ഉള്ളൂ. 10 വയസ്സായ മോളുണ്ടെന്ന് പറയുമ്പോൾ വളരെ ചെറുപ്രായത്തിലാണ് ഈ കുഞ്ഞായതൊക്കെ. അപ്പോൾ അത് അതിൻ്റെ ഭാവി എന്താവും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ടാവും. ഈ 10 വർഷമായിട്ട് ഈ ഇവൻ്റെ കൂടെ കൂടിയ പിന്നെ അതിനൊരു ജോലിക്ക് പോകാനേ പറ്റിയിട്ടില്ല. അപ്പോൾ പഠിത്തം കഴിഞ്ഞ് അപ്പം തന്നെ വിവാഹം കഴിഞ്ഞു, അതിനുശേഷം ജോലിക്കൊന്നും വിടാണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും എങ്ങനെയും സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്ന് വിചാരിച്ചിട്ടുണ്ടാവുക. അവൾ കോംപ്രമൈസ് ജീവിക്കും. ഓരോ ദിവസവും ഓരോ നിമിഷവും അവൾ കോംപ്രമൈസ് ചെയ്ത് തന്നെ ജീവിച്ചിട്ടിരുന്നത്. അത്ര രീതിയിലുള്ള വൃത്തികെട്ട സ്വഭാവമാണ് അവൻ. അത്ര പീഡനമാണ് അവൻ അഴിച്ചു വിട്ടുകൊണ്ടിരുന്നത്. അവനെ കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു. കൊന്നത് വേണം പറയാൻ, 11 വർഷമായിട്ട് കൊന്നുകൊണ്ടിരിക്കുക. ഇപ്പം ലാസ്റ്റ് അത് പൂർണ്ണമാക്കിയെന്നുള്ളതേ ഉള്ളൂ. അന്ന് മുതൽ അങ്ങനെ തന്നെ അവള് എൻ്റെ മോൾ അനുഭവിച്ച ഒരു ദുഃഖം, യാതന, പീഡന, സഹന, വേദന അവൾ ഒരു മനുഷ്യ സ്ത്രീകൾ ഇതുപോലെ ഈ ഭൂമിയിൽ അനുഭവിച്ച് കാണുന്നവന് അച്ഛനങ്ങ് കരഞ്ഞു പോയി കേട്ടോ. ഇവർ പറയുന്നുണ്ട് എൻ്റെ മോൾ അനുഭവിച്ച വേദന ഇനി ഒരു കാലത്തും ഒരാൾ അനുഭവിക്കില്ലേന്ന്. അത് ഓരോ പാരൻസാണ് വിചാരിക്കേണ്ടത്. നേരത്തെ നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. ഇനി കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. മകളെല്ലാം മരിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഈ അച്ഛനും അമ്മേനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. പക്ഷെ ഇനിയുള്ള അച്ഛനമ്മമാരും ഇതേ പല്ലവി തന്നെ പാടിക്കൊണ്ടിരിക്കരുത്. മക്കളുടെ അടുത്ത് നീ എങ്ങനെ ഇത് സഹിച്ചിട്ട് അവിടെ നിൽക്ക്, നിനക്കൊരു മോളില്ലേ, അല്ലെങ്കിൽ നിനക്ക് 2 മക്കളില്ലേ, ഒരു മക്കളില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഇരിക്കാണ്ടിരിക്കുക. ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തന്നെ അതിനകത്ത് ഇടപെടുക. നിങ്ങളുടെ ആവശ്യമുണ്ട്, നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ ഉടനടി ഇടപെടുക. കുട്ടികളുടെ അനുവാദം ഒന്നും ചോദിച്ചിട്ട് നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ പെൺകുട്ടീനെ എടുത്തിട്ട് അലക്കുകയും അടിക്കുകയും തല്ലിക്കൊല്ലുകയും ഒക്കെ ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ഒന്നും മിണ്ടാണ്ട് മൗനമായിട്ടിരുന്നാൽ പിന്നെ ആരാ ഉള്ളത് അവരെ രക്ഷിച്ചിട്ട് വരാൻ? ചിലപ്പോൾ ആ പെൺകുട്ടി ചിലപ്പോൾ ത്യാഗം ചെയ്യാൻ തയ്യാറായിരിക്കും. പക്ഷെ ഇത്രയൊരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു അച്ഛനമ്മമാരായാലും പ്രതികരിക്കണം. ആ നേരത്ത് പണമുണ്ട്, സ്വത്തുണ്ട്, സ്വർണ്ണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ ഒരു കൂട്ടുകാരി ഉണ്ട്. അവർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനും അവളും കൂടെ ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കാറുണ്ട്. സതീഷ് ജോലിക്ക് പോയി കഴിയുമ്പോഴേ ഇവള് നമ്മളെ വിളിക്കത്തുള്ളു. വിളിക്കുന്ന സമയങ്ങളിലൊക്കെ പറയുന്നടി ആളും വെള്ളം മദ്യപിച്ചിട്ട് വന്നിട്ട് എന്നെ അങ്ങനെ ചെയ്തടി ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടി. അന്നേരം കുഞ്ഞിനെ ഓർത്തിട്ട് മാത്രമാണ് അവൾ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പെൺകുട്ടി കൂട്ടുകാരികളോടൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു ഈ തല്ലിനെ കുറിച്ചും അടീനെ കുറിച്ചും നിരന്തരമായിട്ടുള്ള ദ്രോഹത്തെക്കുറിച്ചൊക്കെ. സാധാരണ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ, അതായത് കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഇന്ന് അകന്നു പോവാണ്. അച്ഛനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല. എത്ര പേർക്കുണ്ട് ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്കുണ്ട് കൂട്ടുകാർ, പഠിച്ചപ്പോഴുള്ള കൂട്ടുകാർ, അതിൽ സ്കൂളിൽ പഠിച്ചപ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചപ്പോൾ ഒന്നുമില്ലെന്നേ. കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികൾ കൂട്ടുകാരും ഇല്ല, ഒന്നുമില്ലാണ്ട് ഒറ്റപ്പെട്ടൊരു അവസ്ഥയിലിട്ട് മാറിപ്പോവും. പിന്നെ അവർ ജോലി കാര്യങ്ങളൊക്കെ, ജോലി സ്ഥലത്ത് 1-2 സുഹൃത്തുക്കളുണ്ടാവും. ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോലും പോകുന്നില്ല. അപ്പോൾ വിരലിൽ എണ്ണാവുന്ന കൂട്ടുകാരെ ഈ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിനകത്തൊരു കൂട്ടുകാരിയാണ് ഈ പറയുന്നത്. അവരോടും കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, വീഡിയോസ് അതായത് അയച്ചും കൊടുത്തിരുന്നു. എന്നിരുന്നാലും ആ പെൺകുട്ടി സഹിച്ചുകൊണ്ടിരുന്നത് മകൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഇവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഉപദ്രവം അല്ല പുള്ളി ചെയ്യുന്നത്. പാത്രമൊക്കെ എടുത്തിട്ട് തലക്കടിക്കുകയും ചവിട്ടുകയും വയറ്റത്തൊക്കെ ഇട്ട് ചവിട്ടിയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ അവള് നമ്മളോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ജൂലൈ അവസാനത്തോടുകൂടി എന്തായാലും ഞാൻ വരുവടി, എനിക്കിനി ഇവിടെ അബോഷനായിരുന്നു ഈ പെൺകുട്ടി കേട്ടോ. അതുല്യ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഒരു വീണ്ടും ഗർഭിണിയായിട്ട് ആ പെൺകുട്ടി അബോഷനൊക്കെ സ്വീകരിച്ചിരുന്നു. അതിനുശേഷം ഇയാളുടെ ദ്രോഹം ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നാണ് പറയുന്നത്. പറ്റത്തില്ല, ഞാൻ അത്രയും സഹിച്ചെന്ന് പറഞ്ഞ ഒരാളാ. അവള് ചെയ്യൂന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാര്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇതിന് ഈ 10-12 വർഷമായെന്ന് തോന്നുന്നു അവളുടെ കല്യാണം കഴിഞ്ഞു. 11 വർഷം. ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവൾ നേരിട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇവള് ചെയ്യേണ്ടത് അതൊന്നും ചെയ്യാതെ ഇപ്പൊ ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ആ പെൺകുട്ടി സഹിച്ചിട്ടുണ്ടാവും. അത്രയ്ക്ക് സഹിച്ച് ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി എവിടെയും രക്ഷയില്ല എന്ന് തോന്നിയപ്പോൾ സ്വയം തോന്നിയതായിരിക്കും. ഒറ്റയടിക്ക് എന്നാൽ മരിച്ചേക്കാം, ഇതിൽ കൂടുതൽ എനിക്കിനി സഹിക്കാൻ വയ്യ. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല, കൂട്ടുകാരിയുടെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല, സ്വന്തം അനിയത്തിയുടെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല, വേറെ ആരോടും പറയാനില്ല, എവിടെയും പോവാനില്ല, അന്യ നാട്ടിൽ വന്ന് പെട്ടുപോയൊരവസ്ഥ.
ഇതൊക്കെ കൊണ്ട് ആ കുട്ടിക്ക് ആകെ മാനസികമായിട്ട് ആകെ ഒലഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ ഇവനൊരു ദിവസം ദ്രോഹിച്ച് ഇനി ആ പെൺകുട്ടി വേറെ എന്തെങ്കിലും ഇവന് നിയമ നടപടി സ്വീകരിക്കുമെന്നോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഇവൻ്റെ കള്ളത്തരങ്ങൾ എന്തെങ്കിലും കണ്ടെത്തുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തപ്പോൾ ഇവർ തമ്മിൽ വലിയൊരു വഴക്കുണ്ടാവും, വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. അതിൻ്റെ ഒരു വാശിയിലും ദേഷ്യത്തിലും ഈ പറയുന്ന സൈക്കോ ചിലപ്പോൾ അവളെ കൊന്നതും ആവാം, എന്നിട്ട് കെട്ടിത്തൂക്കിയതും ആവാം. പറയാൻ പറ്റത്തില്ല. ഇവൻ്റെ ഒരു സ്വഭാവത്തിന് അങ്ങനെയായിരിക്കും. ഈ പെൺകുട്ടി ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് ഇവൻ്റെ മുമ്പിൽ നിന്ന് പേടിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും ഇവൻ നീ ചെയ്തോ എന്നുള്ള ഒരു ഭാവമാണ് നമുക്ക് അവൻ്റെ സംസാരത്തിൽ തന്നെ അറിയാം. ചിലപ്പോൾ അങ്ങനെ ആവാം. ഈ ഒരു പെൺകുട്ടീനെ അറിയാവുന്ന ഒരു ചേച്ചി സംസാരിക്കുന്നത് നമുക്ക് നോക്കാം. വളരെ നിഷ്കളങ്കമായിട്ടൊരു പെൺകുട്ടിയായിരുന്നു അതുല്യ എന്നാണ് പറഞ്ഞു വരുന്നത്. അവൾക്ക് തിരിച്ചാരും ഉപദ്രവിക്കാൻ അറിയില്ല, എല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കാൻ മാത്രം അറിയാവുന്ന ഒരു സാധാരണക്കാരിയായിട്ടുള്ള പെൺകുട്ടി. അതങ്ങനെയല്ലേ വരത്തുള്ളൂ. 17ാമത്തെ വയസ്സിൽ തന്നെ അവളെ പിടിച്ച് കല്യാണം നിശ്ചയം കഴിപ്പിച്ചു. അതിനുശേഷം വളരെ അടുത്ത് തന്നെ അവളെ പെട്ടെന്ന് തന്നെ വിവാഹം കഴിപ്പിച്ച് അവൾ ആ ഒരു പയ്യൻ്റെ കൂടെ വിട്ടു. പിന്നെ ആ ഒരു ലോകം മാത്രമേ അവൾ കണ്ടിട്ടുള്ളൂ. പുറം ലോകം എന്താണെന്ന് അവൾക്കറിയില്ല, ആരോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഒന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ എങ്ങനെ പ്രതികരിക്കും? എല്ലാവരും വീട്ടിൽ നടക്കുന്നതാണെന്നാണ് പാരൻസ് ആണെങ്കിലും ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും എല്ലാവരും പറഞ്ഞു ധരിപ്പിക്കുന്നത്. എല്ലാവരും വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്, സഹിച്ച് നിൽക്കുന്നതാണ് ഒട്ടുമിക്ക വീട്ടുകളിലും. ഒട്ടുമിക്ക എവിടെ പറഞ്ഞാലും ആൾക്കാർ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ചിലപ്പോൾ ഈ ഒരു പെൺകുട്ടി വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ തന്നെ ആയിരിക്കാം, ഇനി ആരോടും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് ഈ ആൾക്കാർ ചേച്ചി എന്താണ് ഇതിനെക്കുറിച്ച് പറയണമെന്നൊന്ന് കേട്ട് നോക്കാം കേട്ടോ. അല്ലാതെ സ്വയം ചെയ്യുന്ന കുഞ്ഞല്ല പൊന്നുമോനെ. ആ ചേച്ചി പറയുന്ന ആ പെൺകുട്ടി അങ്ങനെ ചെയ്യില്ല, സ്വയം അങ്ങനെ ചെയ്യില്ല. അവർക്കറിയാവുന്ന അതുല്യ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് അവർ വ്യക്തമായിട്ട് പറയുന്നത്. അവർക്കത് താങ്ങാൻ പോലും പറ്റുന്നില്ല. ഞാൻ വിചാരിക്കുകയാണ് അയൽക്കാർക്ക് പോലും ഇത് താങ്ങാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഈ മാതാപിതാക്കൾ ഇത്രയും ധൈര്യത്തോടുകൂടി, ഇത്രയും മരിച്ചിട്ട് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ, അവർക്കൊക്കെ എങ്ങനെയാണ് ഈ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പ്രതികരിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നമുക്ക് തന്നെ ആലോചിച്ചിട്ട് സങ്കടം വരുന്നു. ആ ഒരു പെൺകുഞ്ഞിൻ്റെ, ഒരു 10 വയസ്സായ പെൺകുഞ്ഞുണ്ടെന്ന് പറയുന്നു, അതിൻ്റെ അടുത്ത് എന്ത് പറയും? അമ്മ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുമല്ലേ. അച്ഛൻ കൊലപാതകിയാണോ അല്ലയോ? ഇനി അയാളെ സ്നേഹിക്കാൻ ആ പെൺകുഞ്ഞിന് പറ്റുമോ? അതും മാത്രമല്ല, ഈ ഒരു 10 വയസ്സുള്ള പെൺകുച്ച അതിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഈ മാതാപിതാക്കൾ വേറൊരു സ്ഥലത്ത് പോയി കിടക്കുവാണ്. അതിനപ്പം ആരുടെയും സ്നേഹം കിട്ടാണ്ട് അങ്ങനെ ജീവിക്കുന്നു. ആകെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും എവിടെയും ജീവിച്ചിരിപ്പുണ്ടെന്ന് മാത്രം. ഇപ്പം അതേ അതും ഇല്ല, അച്ഛനും ഇല്ല അമ്മയും ഇല്ല. അച്ഛനെ ചിലപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്, അമ്മയാണെങ്കിൽ മരിച്ചും പോയി. ഇനിയിപ്പോൾ ആരാ ഉള്ള ആ കുട്ടിക്ക്? സത്യം പറഞ്ഞാൽ അത് ഒറ്റപ്പെട്ടൊരവസ്ഥയിലായിപ്പോയി. ബാക്കിയും കൂടി കേൾക്കാം. ഞങ്ങൾക്ക് ഓർക്കാനേ വയ്യ. അവളുടെ സ്വഭാവം അത്ര നല്ല സ്വഭാവമായിരുന്നു. അത് എപ്പോഴും പറഞ്ഞിട്ട് എന്നെ കൊല്ലാൻ ഒരുങ്ങിയിട്ടുണ്ട്, അവൻ അത് ചെയ്ത് ഇത് ചെയ്ത് എന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവരുടെ അടുത്ത്, ഈ ഒരു ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് ആ ഒരു സമയത്തൊക്കെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ആദ്യ രാത്രി തന്നെ ഉപദ്രവം തുടങ്ങിയതാണെന്നും എല്ലാം ഒരുപാട് ഈ ഒരു ചേച്ചിയായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കത് സഹിക്കാനോ താങ്ങാനോ പറ്റുന്നില്ല, പൊട്ടിക്കരഞ്ഞു പോവുകയാണ് കേട്ടോ. അവനെ ചവിട്ടി ഇടുക്കി കണ്ടമാനം ഉപദ്രവിച്ചിട്ടുണ്ട്. അതിന് ഇപ്പോഴും കൊണ്ടുപോയി അവൻ അങ്ങനെ തന്നെ ഇതാ വീഡിയോ കാണുമ്പോൾ അവന് കണ്ടു മനസ്സിലായില്ല, അവൻ കൊന്നത് തന്നെ ആയിരിക്കും. അല്ലാതെ ഇത് സ്വയം സ്വയം ചെയ്യത്തില്ല, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അത് നമുക്ക് ആ ഒരു ശബ്ദ സന്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. അതുല്യ അങ്ങനെ ചെയ്യാനുള്ള ധൈര്യമൊന്നും ആ പെൺകുട്ടിക്ക് ഇല്ല. ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ധൈര്യവും ആ പെൺകുട്ടിക്കില്ല. ഒരു നിസ്സാര സാധുവായിട്ടുള്ളൊരു ജീവി. അത് നമുക്ക് കേട്ടാൽ തന്നെ, ഒരാളുടെ ശബ്ദം കേട്ടാൽ തന്നെ മനസ്സിലാക്കാം. ആത്മഹത്യ ചെയ്യാൻ തന്നെ ഒരു ധൈര്യം വേണം. ഒട്ടും ധൈര്യമില്ലാത്തവർക്ക് എനിക്ക് തോന്നുന്നില്ല ആത്മഹത്യ ചെയ്യാൻ പറ്റുമെന്ന്. ഇത്രയും വേദന സഹിക്കാനോ അതിനുള്ള ഒരു ത്രാണിയുള്ളൊരു പെൺകുട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു ചിലപ്പോൾ ഒരുപാട് ഉപദ്രവമൊക്കെ സഹിച്ചപ്പോൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിലൊക്കെ ചെയ്യാൻ ഒരു ധൈര്യമുള്ളൊരു പെൺകുട്ടിയായിട്ട് എനിക്ക് ഒരിക്കലും അതുല്യനെ കണ്ടിട്ട് തോന്നിയില്ല കേട്ടോ. അതിൻ്റെ ശബ്ദമൊക്കെ കേട്ടിട്ട് എനിക്ക് അങ്ങനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോളെവിടെയും ജീവനാ, എല്ലാവരുടെയും ജീവനാ. ഈ വഴി ഒരു മനുഷ്യൻ പോകാൻ നമ്മയ്ക്കത്തില്ല, വിളിക്കുക എല്ലാവരെയും പേരിട്ട് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. നിഷ്കളങ്ക ഒരു കൊച്ചു കുഞ്ഞുങ്ങളുടെ ഹൃദയം, അവരുടെ ഹൃദയം. ഈ പീഡനം എല്ലാം അവള് സഹിച്ചോണ്ടിരുന്നിട്ടും ആ ഭർത്താവിനെ അവള് ഒന്നും കാണിക്കാതെ ഈ വീഡിയോയിലപ്പോൾ അവള് പറയുന്നത് എന്തുവാ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങളുടെ അച്ഛൻ തന്നെ കൊന്നെന്ന് മോള് വിചാരിച്ചോണ്ട്. അപ്പം നമുക്ക് മനസ്സിലായി ഇവള് കൊന്നത് തന്നെയാണെന്ന്. കണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ആൾക്കാർക്ക് ആ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ വിചാരിച്ചോണം തന്നെ ഒരു നിഷ്കളങ്കമായിട്ടുള്ള പെൺകുട്ടി, ഒരു സാധു പെൺകുട്ടി, തിരിച്ച് പ്രതികരിക്കാൻ കഴിവില്ലാത്തൊരു പെൺകുട്ടി.
ഇനിയുള്ള മാതാപിതാക്കളാണെങ്കിൽ പോലും ഇങ്ങനെ പെൺകുട്ടികളെ വളർത്തി നിങ്ങൾ വഷളാക്കി വെക്കരുത്. ഒന്നിനോട് പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത, ഒന്നിനോട് എതിർത്ത് നിൽക്കാൻ ശേഷിയില്ലാണ്ട്, ഒരടി വന്നാൽ പോലും അത് തടുക്കാൻ പോലും ശേഷിയില്ലാത്ത രീതിയിൽ നിങ്ങൾ പെൺകുട്ടികൾക്ക് ഒരു ധൈര്യമില്ലാതെ വളർത്തി വലുതാക്കരുത്. അത് ഈ അതുല്യനെ പോലെ തന്നെ എന്താ പറയുക, നല്ല ആരോഗ്യമുള്ളൊരു പെൺകുട്ടിയാണ്, നല്ല സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയാണ്. അവളെ ഉപദ്രവിക്കുമ്പോൾ അതിനെ തടയാൻ കഴിവില്ല എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു കഴിവില്ലായ്മ തന്നെയാണ്. അത് പാരൻസിൻ്റെ കഴിവില്ലായ്മ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കുട്ടികളെ വളർത്തുമ്പോൾ കുറച്ചുകൂടി ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ വളർത്താൻ പ്രേരിപ്പിക്കണം. അതെങ്ങനെ 17-ാം വയസ്സിൽ അവളെ അങ്ങ് കല്യാണ നിശ്ചയം നടത്തി? നിങ്ങൾ അത്രയ്ക്കും ശല്യമായിരുന്നോ അവളെയും കൊണ്ട്? 17 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾ പഠിക്കേണ്ട പ്രായമാണ്. ഇനിയാണെങ്കിലും കുട്ടികളെ അങ്ങനെ പെട്ടെന്ന്, പെൺകുട്ടിയാണ്, പെട്ടെന്ന് വിവാഹം കഴിച്ചു വിടണം, പെട്ടെന്ന് അവളെ എൻഗേജ്ഡ് ആക്കണം, അങ്ങനെ വിചാരിക്കരുത് പാരൻസ്. അതിനൊക്കെ ഉദാഹരണമാണിത്. ഒരുപാട് കേസുകൾ ഇതിനൊക്കെ ഉദാഹരണമാണ്. മാത്രമല്ല, കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ ഇത്രയും സ്വർണവും പണവും ഒക്കെ കൊടുത്ത് വിട്ടതാണ്, ഇനി അവരുടെ കാര്യം അവർ നോക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയും ചെയ്യരുത്. ഓരോ വീടും ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. നമ്മളിപ്പോൾ വളർന്നു വരുന്ന ചുറ്റുപാടോ അല്ലെങ്കിൽ നമ്മുടെ വീട് പോലെ ആവണം എന്നില്ല. നമ്മുടെ അച്ഛനും അമ്മയോ പോലെ ഒന്നും ആവത്തില്ല. ചിലപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും വളരെ നല്ലതായിരിക്കും. ഒരു പെൺകുട്ടി വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും ഒക്കെ പറ്റുന്നൊരു സാഹചര്യമൊക്കെ ആയിരിക്കും. പക്ഷെ വേറൊരു വീട് അങ്ങനെ ആവണമെന്നില്ല, വേറൊരു ആൾക്കാർ അങ്ങനെ ആവണമെന്നില്ല. വേറൊരു വ്യക്തിയാണ് ജീവിതത്തിലോട്ട് വരുന്നത്. എത്ര സ്നേഹമാണ്, പ്രേമമാണ് ഒക്കെ പറഞ്ഞാൽ പോലും വേറൊരു വ്യക്തിയാണ് ജീവിതത്തിലോട്ട് വരുന്നത്. അന്നേരം എന്താ പറയുക, അവരുടെ സ്വഭാവം ഫ്യൂച്ചറിൽ മാറാം. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ചിലപ്പോൾ വ്യക്തികൾ ഒന്നും ആവണമെന്നില്ല. അവരുടെ സ്വഭാവം ഒറ്റയടിക്ക് ചേഞ്ചായിട്ട് ടേണായി വേറൊരു രീതിയിലോട്ട് വരും. അപ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനോ പിന്നീട് തുടർന്ന് സ്നേഹിക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പോകാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കും. ചിലരങ്ങ് സഹിച്ച് കഴിയുമായിരിക്കും. കാരണം അവരായിട്ട് വിളിച്ചു വരുത്തിയ അല്ലെങ്കിൽ അവരായിട്ട് ക്ഷണിച്ച് വരുത്തിയ ഒരു വിവാഹം ആയിരിക്കാം. അതിപ്പോൾ സതീഷിൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്താ പറയുക, ഇത് ആര് നിർബന്ധിച്ചിട്ട് വിവാഹം കഴിച്ചതല്ല, ഇവർ തമ്മിൽ പ്രേമമായിട്ട് വിവാഹം കഴിച്ചാണ്, കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വീട്ടിൽ വന്ന് ആലോചിച്ച് അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് മാരേജ് നടത്തിയതാണ്. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. എന്തായാലും സൈക്കോ സതീഷിൻ്റെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. കണ്ടെന്നും പറഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുക്കലൊന്നും പറഞ്ഞില്ല. എൻ്റെ അമ്മയുടെ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇത് കണക്ക് അവര് അമ്പലത്തിൽ വെച്ച് കണ്ടെന്നും പറഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുക്കലൊന്നും പറഞ്ഞില്ല. എൻ്റെ അമ്മയുടെ ചേച്ചിയാ, ആ അമ്മ അടുക്കലാണ് പറഞ്ഞ ഇത് കണക്ക് അവന് എവിടെ ഉള്ളതാന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ അറിയുന്ന വെച്ചാ അങ്ങനെ അവിടെ പോയി. ഞാനും പോലും അറിഞ്ഞില്ല. എൻ്റെ അടുക്കൽ പോലും പറയാതെയാണ് അമ്മയാണ് എൻ്റെ അവിടെ പോയി തിരക്കിയപ്പോൾ അവർക്ക് അവിടെ ചെന്നപ്പോൾ അവരുടെ അമ്മമ്മയാണ് പറഞ്ഞത് അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ്. അപ്പോഴേ അന്നേ പറഞ്ഞിട്ടുള്ളതാണ് അവർക്ക് താല്പര്യമൊന്നുമില്ലാന്ന്. എന്നാൽ ഇവരെവിടെയോ കണ്ട് ഇഷ്ടപ്പെട്ടതാണെന്നാണ് സതീശൻ്റെ അമ്മ പറഞ്ഞു വരുന്നത്. അപ്പോൾ ബാക്കിയോട് കേൾക്കാം. നമ്മളതവിടെ വേണ്ട, സ്റ്റോപ്പ് ചെയ്ത് എൻ്റെ മോൻ്റെ അടുക്ക പറഞ്ഞ് നമുക്കിത് വേണ്ട, ഇത് കല്യാണം ഇത് ഞാൻ ആണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ നമുക്ക് അടുത്തുള്ള കല്യാണങ്ങളൊന്നും വേണ്ട, ഈ അറിഞ്ഞിരിക്കുന്ന ഇതായിട്ടുള്ള അടുത്തുള്ളവരുടെ ഒരു കല്യാണം വേണ്ട, ഇവിടെ തന്നെ ഇപ്പം ഞങ്ങൾ ചേട്ടത്തി അനിയനും ചേട്ടൻ്റെ കല്യാണം കഴിച്ചത്, അതുകൊണ്ട് നമ്മൾക്ക് എപ്പോഴും ദൂരെ നിന്ന് ഉള്ള ഇതായിട്ടുള്ള കല്യാണങ്ങൾ മതി എന്നുള്ളതിൽ ആയിരുന്നു ഇരുന്നത്. അങ്ങനെ ഇത് മതി എന്നും പറഞ്ഞ് അങ്ങനെയുള്ള താല്പര്യത്തിൽ അപ്പോൾ അവരങ്ങനെ ബ്ലാ 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 എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് കല്യാണത്തിനോട്ടൊന്നും താല്പര്യമില്ലായിരുന്നെന്നും രണ്ടു കൂട്ടർക്കും താല്പര്യമില്ലായിരുന്നെന്നും. എന്നാൽ ഈ പറയുന്ന സതീശനും അതുല്യയ്ക്കുമായിരുന്നു താല്പര്യം. അപ്പോൾ അവരുടെ താല്പര്യം അനുസരിച്ച് ഇവർ രണ്ടു കൂട്ടരും കൂടി അങ്ങ് കല്യാണം നടത്തി കൊടുത്തു എന്നുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഇവർക്കാണെങ്കിൽ ദൂരെന്ന് വിവാഹം കഴിക്കണമെന്നോ എന്തൊക്കെയാണ് പറയുന്നത്. ദൂരെന്ന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അതുല്യ ജീവനോട് ഉണ്ടായനെ, അതുല്യനെ രക്ഷപ്പെട്ടനെ, വേറെ ഏതെങ്കിലും പെൺകുട്ടിയായിരുന്നു ആ സ്ഥാനത്ത് വരേണ്ടിയിരുന്നത്. ഈ ഒരു അമ്മ പറയുന്നുണ്ട്, ഇവരെയും കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തില്ല കേട്ടോ. കാരണം 5 വർഷമായിട്ട് സതീശൻ ഈ പറയുന്ന അമ്മയെ പോലും വിളിച്ചിട്ടില്ല എന്നാണ് അമ്മയുടെ വാക്കിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. ഒരു സഹോദരങ്ങളെ പോലും വിളിക്കാറില്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്കും ക്രൂരനായിട്ടുള്ളൊരു പുത്രൻ തന്നെയാണ് ഇവൻ എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. പിന്നെ അവർ സ്വന്തം മോനായിക്കൊണ്ടായെന്ന് തോന്നുന്നു. ഇവനെങ്ങാനും പിടിച്ച് ജയിലിലിടോ ഇനി ശിക്ഷിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും കുറച്ച് സപ്പോർട്ടും ചെയ്ത് പറയുന്നുണ്ട്. അയ്യോ എൻ്റെ മോൻ മാത്രമല്ല കുറ്റക്കാരി, ഇവർ രണ്ടുപേരും കുറ്റക്കാരാണ് എന്നുള്ള രീതിയിൽ. എന്നിരുന്നാലും ഈ പറയുന്ന അതുല്യയ്ക്കും അതുല്യയുടെ കുടുംബത്തിനും തന്നെയാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. അതുല്യയുടെ ജീവനാണ് പോയിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഈ സൈക്കോ ഒരു കാര്യം കൂടി ചെയ്തു കേട്ടോ. സൈക്കോ പോയി പോസ്റ്റ് ഇട്ടുകൊണ്ട്, അതായത് പ്രൊഫൈലിൽ ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പോവാണ്, അതുല്യ പോയി അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിൽ കുടുക്കിട്ട് ചാവാൻ ശ്രമിച്ചു എന്നൊക്കെ
ഈ സൈക്കോ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല. അവനൊരു സെൽഫിഷും ഭയങ്കരമായിട്ട് പൊസസീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവൻ്റെ ജീവൻ കളയുന്നത് എനിക്ക് തോന്നുന്നില്ല. അവൻ വെറും പച്ചക്കള്ളമായിരിക്കും പറഞ്ഞിട്ടുള്ളത്. അവൻ്റെ നാടകത്തിൽ ഒരു നാടകം മാത്രമാണ് ഇത്. എത്രയോ നാടകങ്ങൾ ഇവൻ അഭിനയിക്കുന്നു, ഭയങ്കരമായിട്ട് അഭിനയിക്കും കേട്ടോ. ഭയങ്കരമായിട്ട് ക്യാമറയുടെ മുമ്പിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ അഭിനയിക്കാൻ നല്ലതായിട്ട് അറിയാം. അതിനകത്ത് കുറച്ച് ആണുങ്ങളൊക്കെ വേണ്ടി സപ്പോർട്ട് ചെയ്യുമായിരിക്കും, അയ്യോ അങ്ങനെ അല്ല ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. അവൻ അതുപോലെയാണ് പറഞ്ഞ് വെക്കുന്നത്. അതായത് എന്തോ ഒരു അവിഹിത ബന്ധം തൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടെന്നും ഉള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് നിങ്ങൾ അന്വേഷിക്ക്, എന്തുകൊണ്ടാണ് അവൾ അബോർഷൻ ചെയ്തതെന്ന് നിങ്ങൾ അന്വേഷിക്ക് എന്നുള്ള രീതി. എന്തിനാ ചുമ്മാ ഒരാൾ വഴക്കുണ്ടാക്കും, ഒരു കാര്യമില്ലാണ്ട് വഴക്കുണ്ടാക്കും. അപ്പോൾ ആ വഴക്കുണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കുക എന്നുള്ള രീതിയിൽ പത്രത്തിൻ്റെയൊക്കെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് കിഴിഞ്ഞും മുളഞ്ഞൊക്കെ അന്വേഷിക്കുക എന്നുള്ള മട്ടിൽ. പക്ഷെ ഇവന് എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാൽ പോലും ആ പെൺകുട്ടിയുടെ ജീവൻ പോവാൻ കാരണക്കാരൻ ഇവൻ തന്നെയാണ്. ഇവൻ്റെ ക്രൂരമായിട്ടുള്ള പീഡനം തന്നെയാണെന്ന് ഇവൻ്റെ വർത്താനത്തിൽ നിന്നും ഇവൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും വ്യക്തമാണത്. അതുല്യയുടെ സംസാരം കേട്ടോ, കേട്ടോ. തിന്നാൻ തരുന്നുണ്ടല്ലോ, കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ടല്ലോ. ഞാൻ വിചാരിക്കും അതെങ്കിലും നടന്നു പോകുന്നുണ്ടല്ലോ. നമ്മുടെ ജീവിതം ത്യാഗം ചെയ്താലും കുഞ്ഞിന്റെ വിദ്യാഭ്യാസം നടക്കുന്നുണ്ട്. പിന്നെ ആർക്കും നമ്മളൊരു ഭാരം ആവുന്നില്ലല്ലോ. ആ ഒരൊറ്റ കാര്യത്തിലാണ് ഞാൻ സഹിക്കുന്നത്. ഒരു പെണ്ണും അനുഭവം. അതായത് ആ പെൺകുട്ടി, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ആ പെൺകുട്ടി പറഞ്ഞു വരുന്നത് കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസമാണ് മെയിനായിട്ട്. പിന്നെ 4 നേരം ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട്, ആർക്കും ഭാരമാവുന്നില്ല. അതാണ് കേട്ടോ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എല്ലാവരുടെയും മുന്നിൽ ചിരിച്ച് ഞാനിങ്ങനെ നിൽക്കുന്നെങ്കിൽ ഉള്ളിൽ അത്രത്തോളം വലിയ വേദനകൾ എനിക്കുണ്ട്. ഞാനൊരു മനുഷ്യനോടും പറഞ്ഞിട്ടില്ല. പക്ഷെ സതീഷ് മദ്യപിച്ച ഈ സതീഷ് എന്ന് പറയുന്ന മദ്യപിച്ചു വന്ന അത്രയും കൊടിയ പീഡനങ്ങളാണ് ആ പെൺകുട്ടി പറയുന്നത്. ആ പെൺകുട്ടിയുടെ ശബ്ദം കേട്ടാൽ തന്നെ അറിയത്തില്ലേ, ഒന്നിനും ഒരു പ്രാപ്തിയില്ലാത്തൊരു പെൺകുട്ടി, അതേ ഉള്ളൂ. ഇനി ഇതിനെക്കുറിച്ച് സഹോദരിക്ക് എന്താ പറയാനുള്ളതെന്ന് അതും കൂടി കേൾക്കാം. സഹോദരി കൂടിയാണ് ഉള്ളത് അവർക്ക്. ഒരിക്കലും എന്റെ ചേച്ചി അങ്ങനെ ചെയ്യിച്ചില്ല. കാരണം അവൾ ഇത്രയും നാള് ഇത്രയും ഇങ്ങനെ അനുഭവിച്ചത് ചെയ്യാൻ വേണ്ടിട്ടല്ല. അവള് പലവട്ടവും പറയുമ്പോ അവളെടുത്ത് പറയും, എടി കുഞ്ഞിനെ ഓർക്കണ്ടേടി. പിന്നെ അത് കുഞ്ഞിന്റെ കാര്യം പറയുന്നെങ്കിൽ എനിക്കറിയാം അവളുടെ ഉള്ളിന്റെ പുള്ളിയെ അവൾ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവൾ ഇത് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം എന്റെ കാര്യം എന്നോട് പറയുന്ന ആള് എന്നെ അവൾ വിളിച്ചിട്ടില്ല. അതുവരെ ഹാപ്പി ആയിട്ട് സംസാരിച്ചു. ഇവിടുന്ന് ഹാപ്പി ആയിട്ട് പോയ ആള്, ജോലിക്ക് കയറാൻ അത്രയും സന്തോഷത്തില് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോയ ആള് പെട്ടെന്ന് മരിക്കുന്നത് കേൾക്കുമ്പോൾ എങ്ങനെ വിശ്വസിക്കും? കാരണം ഇത്രയും വർഷം ഇത് സഹിച്ചിട്ട് ഇവളിത് ചെയ്യാനല്ല. എനിക്ക് ഇതിന് മുന്നേ പോയി കഴിക്കുമ്പോഴൊക്കെ പറയും എനിക്ക് പേടിയായി, എനിക്ക് ഇങ്ങനെ കുഞ്ഞിന്റെ കാര്യം ഓർക്കും ഒക്കെ അവൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇതിന്റെ ആവശ്യമില്ല. പല പ്രാവശ്യം നമ്മൾ വിളിച്ചുകൊണ്ട് വന്ന് പോവരുതെന്ന് പറഞ്ഞിട്ടും ഈ പുള്ളി ഇവളെ ഇങ്ങനെ വിളിച്ച് പിന്നെയും പോകും. എടാ സതീഷേ, നിന്നെ ഇത്രയധികം സ്നേഹിച്ച ഒരു പെണ്ണിനെയാണ് ഈ ലോകത്തുനിന്ന് നീ ഇല്ലാണ്ടാക്കി കളഞ്ഞത്. നീയൊന്നും ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല. ആ മരിച്ചുപോയ പെൺകുട്ടിയുടെ ശാപം നിന്നെ വിട്ടു പോകാൻ പോകുന്നില്ല. നിന്റെ മോളുണ്ടല്ലോ, ഒരു 10 വയസ്സുകാരി, അവളുടെ പ്രാക്കും ശാപവും നിന്നെ ഒരിക്കലും വിട്ടുപോകത്തില്ല. ഒരു 10 വയസ്സായ പെൺകുട്ടിക്ക് അമ്മ അത്യാവശ്യമാണ്. അതിൻ്റെ തുടർന്നുള്ള ജീവിതത്തിന് ഒരു അമ്മയുടെ ആവശ്യം, സഹായവും സ്നേഹവും എല്ലാം ആവശ്യമാണ് ഒരു പെൺകുട്ടിക്ക്. പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഈ ഒരു പ്രായത്തിൽ മാതാപിതാക്കളുടെ സ്നേഹം ആവശ്യമാണ്. അതിൻ്റെ ജീവിതം കൂടി നീ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഒരു കാലത്തും നിനക്ക് സമാധാനം കിട്ടത്തില്ല. ഈ ലോകത്ത് നിനക്കൊരു ശിക്ഷ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. നിയമപരമായിട്ട് നിനക്ക് അല്ലാണ്ടൊരു ശിക്ഷ കിട്ടുമെന്ന് എനിക്ക് സംശയമാണ്. ഇതിപ്പോൾ ഈ പുറം രാജ്യത്താണെങ്കിലും ഇപ്പം നാട്ടിലാണെങ്കിൽ പോലും വന്നു കഴിഞ്ഞാൽ നിനക്ക് ഒരു വലിയ ശിക്ഷയൊന്നും കിട്ടത്തില്ലായിരിക്കും. നീ എല്ലാം എൻജോയ് ചെയ്യുന്ന ഒരാളാണല്ലോ. നിന്നെയൊക്കെ ഉണ്ടല്ലോ പിടിച്ച് തൂക്കിക്കൊന്നാലേ ഉള്ളൂ ആ കുട്ടി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നീതി എന്ന് പറഞ്ഞാൽ അതാണ്. നിന്നെ സത്യം പറഞ്ഞാൽ പിടിച്ചങ്ങ് തൂക്കിക്കൊല്ലണം. ആ കുട്ടി മരിച്ചോണം തന്നെ നിന്നെ കൊല്ലുവാണ് ചെയ്യേണ്ടത്. അത്രയൊരു നീതി ഈ ഇവിടത്തുള്ള ഒരു നിയമവും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എന്ത് വന്നാലും നീ രക്ഷപ്പെട്ട തന്നെ ഉള്ളൂ. പക്ഷെ എന്നാലും ഈ ലോകത്ത് നീ ഇതിനൊക്കെ ഈ കാണിച്ചിട്ടുള്ള ഈ ഒരു പെൺകുട്ടിയെടുത്ത് കാണിച്ചിട്ടുള്ളതിന് മൊത്തവും നീ ഈ ലോകത്ത് അനുഭവിച്ച് തീർക്കും. അതിനുള്ള ഫസ്റ്റ് അടിയാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത്. നീ വലിയ ഞെളിഞ്ഞില്ലേ, 2 ലക്ഷം ഉണ്ട് നിനക്ക് വരുമാനം, മാസം കിട്ടുന്നുണ്ട്, എനിക്ക് 2 ലക്ഷം കിട്ടുന്നതെന്ന് പറഞ്ഞില്ലേ, അപ്പം തന്നെ നിനക്ക് അടി വീണില്ലേ, നിന്റെ ജോലി പോയില്ലേ. ഇനി നീ ഇന്ന് തൊട്ട് നീ അനുഭവിക്കാൻ പോവുകയാണ്. നാട്ടിൽ ഇതിന് പ്രത്യേക ഒരു സംഘം രൂപീകരിച്ചിട്ടുണ്ട് കൊല്ലത്ത് തന്നെ, ഈ ഒരു കേസ് അന്വേഷിക്കാൻ. ഈ പെൺകുട്ടിക്ക് എന്ത് പറ്റിയതാണെന്നും
ഒക്കെ. അപ്പോൾ ഇവന് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരെ ബൈ.